ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 20 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ റിവീൽ ചെയ്യുന്നു. പുറപ്പാട് 27 മുതൽ 30 വരെയും മത്തായി 20-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോദ്യം പറയുന്നു, അതിനുശേഷം ഉത്തരം പറയാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യേശു യൂദ ഇസ്കറിയോത്തിനെ വിളിച്ച ഒരു നാമം മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ഒരു വേലക്കാരനെ വിളിച്ചിട്ടുണ്ട്. എന്താണത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം സ്നേഹിത. മത്തായി 20-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ചിത്രപ്പണിയായി ഉണ്ടാക്കേണ്ടത് എന്തെല്ലാം? ഏഫോദ്, ന്യായവിധി പതക്കം, നടുക്കെട്ട്. ഏഫോദ് എന്നുള്ളത് പുറപ്പാട് 28-ന്റെ 6-ൽ കാണാൻ പറ്റും. ന്യായവിധി പതക്കം പുറപ്പാട് 28-ന്റെ 15-ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നടുക്കെട്ട് എന്നുള്ളത് 28-ന്റെ 8-ല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒന്നാമത്തെ നിരയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം? ഉത്തരം താമ്രമണി, പീതരത്നം, മരതകം. പുറപ്പാട് 28-ന്റെ 17-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാളയത്തിന്റെ വെളിയിൽ അഗ്നിക്ക് ഇരയാക്കേണ്ടത് എന്തിനെ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം കാളയുടെ മാംസവും തോലും ചാണകവും. പുറപ്പാട് 29-ന്റെ 14-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: അഹരോനും പുത്രന്മാരും താമ്രത്തൊട്ടിയിൽ അവരുടെ കൈയും കാലും കഴുകുവാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം അവർ മരിക്കാതിരിക്കേണ്ടതിന്. ഓക്കെ. അഹരോനും പുത്രന്മാരും സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് എന്നുള്ളതാണ് ഫുൾ ആൻസർ. അവർ മരിക്കാതിരിക്കേണ്ടതിന് എന്നുള്ളത് അയച്ചാലും ശരിയായിട്ടുള്ള ഉത്തരമാണ്. പുറപ്പാട് 30-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ആൻസേഴ്സ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് പുറപ്പാട് 31 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മത്തായി 21-ാം അധ്യായത്തിൽ നിന്നും ആയിരിക്കും. വായിച്ച് തയ്യാറായിക്കോളും. ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.